നമസ്കാരം. വിദ്യാസാഗർ മുദ്രമലയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകമാണ്. കേരള റീഡർ ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനായിട്ടുള്ളത് 5 യൂണിറ്റുകളാണ്. 5 യൂണിറ്റുകളെയും വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററുകളാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 5 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 1ാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ 1ാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് കിടക്കാം. 1ാമത്തെ യൂണിറ്റിൻ്റെ ടൈറ്റുലർ പിക്ചറാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ചിത്രം ഒന്ന് നിരീക്ഷിക്കുക. എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്? സാധാരണഗതിയിൽ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ മിക്കവാറും സ്ഥിരമായിട്ട് വരയ്ക്കാറുള്ള ഒരു ചിത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, പ്രകൃതിയുടെ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. പച്ചപ്പും നീലാകാശവും അതുപോലെ സൂര്യനും പാറക്കെട്ടുകളും പക്ഷികളും അതുപോലെ വൃക്ഷങ്ങളുമൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യനുമൊക്കെ നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഇവിടെ നിങ്ങൾക്ക് പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ദൃശ്യം പോലെ മനോഹരം തന്നെയാണ് നമ്മളുടെ ഈ യൂണിറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈറ്റിലർ പിക്ചർ തന്നെ പ്രകൃതിയുടെ എത്ര മനോഹരമായ ദൃശ്യത്തെ വെളിവാക്കുമ്പോൾ എന്താണ് ആ യൂണിറ്റിൻ്റെ പ്രതിപാദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും, ആ യൂണിറ്റിൻ്റെ പേര് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നുള്ളതാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഹരിതാഭം അല്ലേ? ഏറ്റവും കൂടുതൽ ഗ്രീനറി കാണപ്പെടുന്നത് എവിടെയാണ്? പ്രകൃതിയിൽ. പച്ചപ്പ് കാണപ്പെടുന്നത് എവിടെയാണ്? പ്രകൃതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ടൈറ്റിലർ പിക്ചറിൽ നിന്നും ടൈറ്റിലിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ യൂണിറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗ്രീനറിയുമായിട്ട് അല്ലെങ്കിൽ ഗ്രീനുമായിട്ട് അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ക്ഷണപ്രഭ അല്ലെങ്കിൽ മിന്നൊളി എന്നൊക്കെയാണ്. അപ്പോൾ പച്ചപ്പിൻ്റെ ക്ഷണപ്രഭകൾ അല്ലെങ്കിൽ പച്ചപ്പിൻ്റെ മിന്നൊളികൾ എന്ന് പറയുന്ന ഈ യൂണിറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 100% പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ചിത്രത്തിലേക്കും ഒരു 3 വരി കവിതയിലേക്കും നമ്മൾ പോവുകയാണ്. ഈ 3 വരി കവിതകളെ സാധാരണഗതിയിൽ ഹൈക്കു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സാധാരണ ജപ്പാനീസ് ഉറവിടമായിട്ടുള്ള അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഒരു പ്രത്യേകതരം കവിതകളാണ് ഈ ഹൈക്കു എന്നറിയപ്പെടുന്നത്. 3 വരികൾ മാത്രമുള്ള അതിമനോഹരമായിട്ടുള്ള ചില കവിതാശകലങ്ങളെയാണ് ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചിത്രവും കാണാനായിട്ട് സാധിക്കും. അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു ഡെപ്പിക്ഷനാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ഹൈക്കു നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The mountain mist hovering over the pines and ponds unveils the heaven. അല്ലേ? പ്രകൃതിയെ പറുദീസയോട് ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തോട് ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ദ മൗണ്ടൻ മിസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. പർവ്വതങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ തെന്നി നീങ്ങുന്ന മഞ്ഞുണ്ടല്ലോ. ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ്. പൈൻസ് നമുക്കറിയാം, പൈൻ മരങ്ങൾക്ക് മീതെയും അതുപോലെ പോൺസ് കുളങ്ങൾക്ക് മീതെയും, അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയുടെ മുകളിലൂടെ ഇങ്ങനെ തെന്നി നീങ്ങുന്ന മഞ്ഞുണ്ടല്ലോ. അൺവെയിൽസ് ദ ഹെവൻ. എന്തിനെ അനാവരണം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിയെ, അഥവാ ഹെവൻ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തെ എന്ത് ചെയ്യുന്നു? അനാവരണം ചെയ്യുന്നു. ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് മഞ്ഞിങ്ങനെ നീങ്ങി പോകുമ്പോഴത്തേക്കും മനോഹരമായിട്ടുള്ള പ്രകൃതി അനാവരണം ചെയ്യപ്പെടുകയില്ലേ? ആ ഒരു കാഴ്ചയെ അതിമനോഹരമായിട്ട് 3 വരികളിലൂടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്. അതിന് താഴെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു ചിത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു കോട്ടും ഉണ്ട്. നേച്ചർ ഈസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ്, ഇറ്റ്സ് ഹോം. പ്രകൃതി എന്ന് പറയുന്നത് എന്തല്ല, കേവലം സന്ദർശിക്കാനുള്ള ഒരു സ്ഥലമല്ല, മറിച്ച് അത് നമ്മുടെ സ്വന്തം ഗൃഹമാകുന്നു എന്നുള്ള ഒരു വലിയ തത്വശാസ്ത്രമാണ് നമുക്കതിൻ്റെ താഴെ എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ചിത്രത്തിൽ 3 വ്യക്തിത്വങ്ങളെ കാണാനായിട്ട് സാധിക്കും. 3 പേഴ്സണാലിറ്റീസിനെ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തറിയപ്പെടുന്ന 3 വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു തൈ നടുന്നതിനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിട്ടുള്ള വാങ്കാരി മാതായിയെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വനമനുഷ്യൻ എന്നറിയപ്പെടുന്ന ജാദവ് പായങ്കിനെയും മരുഭൂമികളെ മരുപ്പച്ച കൊണ്ട് നിറച്ച യാക്കോബ സബദാഗോയെയും നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് പുസ്തകത്തിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് അവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവരെല്ലാം തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളാണെന്ന് പറയാനായിട്ട് സാധിക്കും? പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ കിട്ടിയ ആമുഖത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കും, 100% നമ്മുടെ ഈ യൂണിറ്റ് എന്ന് പറയുന്നത്, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന യൂണിറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ ചാപ്റ്ററുകളിലേക്ക് കടക്കാം. എത്ര ചാപ്റ്ററുകളാണ് ഈ യൂണിറ്റിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂണിറ്റിൽ ആകെ 3 ചാപ്റ്ററുകളാണ് വരുന്നത്.
2 പ്രോസ് ചാപ്റ്ററുകളും ഒരു പോയവുമാണ് വരുന്നത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതുപോലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പോയമാണ്. വില്യം വേർഡ്സ്വർത്ത്, വിശ്വമഹാകവിയായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയെ കുറിക്കുന്ന ഒരു കവിതയാണ് മൂന്നാമത്തേതെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ചാപ്റ്ററുകളാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉള്ളത്. സോ നമ്മളിന്ന് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്, ദ ഇന്ത്യൻ റൈറ്റർ. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന മഹാപ്രതിഭയെക്കുറിച്ച് നിങ്ങൾക്ക് അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തതാണ്, ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി കഴിഞ്ഞ വർഷം നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നതാണ്. ഹീസ് എൻ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ അല്ലേ, ഇന്ത്യക്കാരനായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഒരു റൈറ്ററാണ് റസ്കിൻ ബോണ്ട് എന്നുള്ളതും അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം എന്ത് ചെയ്താണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം പുസ്തകത്തിൽ ഒന്നാമത്തെ പാഠത്തിൻ്റെ 1ാമത്തെ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൂടെ ഒന്ന് കണ്ണോടിക്കുക, അദ്ദേഹത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാകും. സോ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ബൈ റസ്കിൻ ബോണ്ട്. എന്താണ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയാൻ നമുക്കറിയാവുന്നതാണ്, സാഹസികത എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ആകുമ്പോൾ സാഹസികതകൾ എവിടത്തെയാണ്? ഇൻ എ ബാനിയൻ ട്രീ. ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽമരം. ആൽമരത്തിനെയാണെന്ന് പറയുന്നത് ബാനിയൻ ട്രീ എന്ന് പറയുന്നത്. സാധാരണ ആൽത്തറകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ മിക്കവാറും ഒക്കെ ഒരാൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അങ്ങനെയുള്ള ആ വലിയ വടവൃക്ഷത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൽമരം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വൃക്ഷം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ഒരു ആൽമരത്തിൽ നടത്തിയ സാഹസികതകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആൽമരവുമായിട്ട് ചുറ്റിപ്പറ്റി നടന്ന ചില സാഹസികതകളെക്കുറിച്ചാണ് നമ്മുടെ ഈ കഥയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രതിപാദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആൽമരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രകൃതിയാണല്ലേ. ഒരുപാട് ആവാസ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായിരിക്കും ആൽമരവും അതിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ടൈറ്റിലിൽ തന്നെ നമുക്ക് പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്നുള്ള ഒരു സമ്പ്രദായം കാണാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കും. സോ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം തീരെഴുതി കൊടുത്തിട്ടുള്ളതാണോ? അല്ല, ഒരിക്കലുമല്ല. സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും എവിടെ സ്ഥാനമുണ്ട്? പ്രകൃതിയിൽ സ്ഥാനമുണ്ട്. മനുഷ്യൻ ആ ജീവികളോടെല്ലാം സഹവർത്തിത്വത്തോടെ കഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം എന്ന് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കഥ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, ഭൂമിയുടെ അവകാശികൾ അല്ലേ, ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ എന്തുണ്ട്, അവകാശമുണ്ട്. മനുഷ്യനെ പോലെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ഏറെ എന്തുണ്ട്, അവകാശവും സ്ഥാനമുണ്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെയും പറയാൻ സാധിക്കുന്നത്, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. മനുഷ്യൻ അവരോടൊപ്പം ഹാർമണിയിൽ വേണം കഴിഞ്ഞു പോകാൻ, അതായത് സ്വരച്ചേർച്ചയോടുകൂടി വേണം എന്ത് ചെയ്തു പോകാനായിട്ട്, കഴിഞ്ഞു പോകാനായിട്ട് എന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ഒരു ആൽമരത്തിലെ സാഹസികതകൾ. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this, and would speak of a certain Countess of Desmond, an English woman who lived to the age of 117, and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foothill of Himalayas. സോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. Though the house and the grounds of our home in India were grandfather's domain. Though the house and the grounds of our home in India, ഇന്ത്യയിലെ നമ്മുടെ വീടും അതുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രൗണ്ട്സും പറമ്പും എല്ലാം വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, മുത്തച്ഛൻ്റെ ഡൊമൈൻ ആയിരുന്നുവെങ്കിലും, മുത്തച്ഛൻ്റെ ഭൂസ്വത്തായിരുന്നുവെങ്കിലും, ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. അതിമനോഹരമായ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പഴയ നല്ല പ്രായം ചെന്ന ഒരു ആൽമരം ഉണ്ടായിരുന്നു, ഒരു ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് മൈൻ, അത് എൻ്റെ സ്വന്തമായിരുന്നു.
അപ്പോൾ ഫസ്റ്റ് പേഴ്സണിലാണ് കഥ പറയുന്നത്. എൻ്റെ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞ് കഥ തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് കഥ തുടങ്ങിയിരിക്കുന്നത്? ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. നമ്മുടെ ഇന്ത്യയിലുള്ള വീടും പറമ്പും എല്ലാം മുത്തശ്ശൻ്റെ ഭൂസ്വത്തായിരുന്നു എങ്കിൽ കൂടി ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. ആ അതിമനോഹരമായിട്ടുള്ള ഒരു ആൽമരം, പ്രൗഢഗംഭീരമായ ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു ആൽമരം, അതെൻ്റേത് മാത്രമായിരുന്നു. ഇറ്റ് വാസ് മൈൻ, അതെൻ്റേതായിരുന്നു. ചീഫ്ലി ബിക്കോസ്, അതിനുള്ള പ്രധാന കാരണം ഇതാണ്. ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനുണ്ടല്ലോ, എല്ലാ ഭൂസ്വത്തിൻ്റെ ഉടമായിട്ടുള്ള മുത്തശ്ശൻ, അറ്റ് ദി ഏജ് ഓഫ് 65, ഈ 65-ാം വയസ്സിൽ കുഡ് നോ ലോങ്കർ ക്ലൈംബ് ഇറ്റ്. യെസ്, എന്താണ് മുത്തശ്ശൻ ഈ 65-ാമത്തെ വയസ്സിൽ കുഡ് നോ ലോങ്കർ ക്ലൈംബ് ദ ബനിയൻ ട്രീ. ഈ 65-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ആ ആൽമരത്തിൽ വലിഞ്ഞു കയറാൻ എന്ത് ചെയ്യുമായിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല. എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആ ആൽമരം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിരുന്നു. ബാക്കിയുള്ളതെല്ലാം, അതായത് വീടും പറമ്പും മുത്തശ്ശൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു എങ്കിൽ കൂടി. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. മുത്തശ്ശി മിക്കപ്പോഴും ഇത് പറഞ്ഞ് മുത്തശ്ശനെ കളിയാക്കാറുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാണ്? യെസ്, മരത്തിൽ കയറാൻ പറ്റാത്ത കാര്യം പറഞ്ഞ് ആ മുത്തശ്ശനെ മിക്കവാറും മുത്തശ്ശി എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കളിയാക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. ഡെസ്മണ്ടിലെ ഒരു കൗണ്ടസിനെ കുറിച്ച് മുത്തശ്ശി മിക്കവാറും ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ പ്രഭി, കൗണ്ടിൻ്റെ ഭാര്യ, അഥവാ പ്രഭുവിൻ്റെ ഭാര്യയാണ് ഇതെന്ന് പറയുന്നത്, പ്രഭി എന്ന് പറയുന്നത്, കൗണ്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്മണ്ട് എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പ്രഭിയെക്കുറിച്ച് ആര് സംസാരിക്കാറുണ്ടായിരുന്നു? മുത്തശ്ശി സംസാരിക്കാറുണ്ടായിരുന്നു. ആ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഷി വാസ് എൻ ഇംഗ്ലീഷ് വുമൺ ഹു ലിവ്ഡ് ടു ദി ഏജ് ഓഫ് 117. എത്ര വയസ്സ് വരെ ജീവിച്ച സ്ത്രീയാണ്? 117 വയസ്സ് വരെ ജീവിച്ച ഒരു കൗണ്ടസിനെ കുറിച്ച് എന്ത് സംസാരിക്കാറുണ്ടായിരുന്നു? മുത്തശ്ശി സംസാരിക്കാറുണ്ടായിരുന്നു മുത്തശ്ശനോട്. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷി ഹാഡൻറ്റ് ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. 117 വയസ്സ് വരെ ജീവിച്ചുള്ളൂ, പക്ഷേ 117 വയസ്സിനേക്കാൾ ഏറെ അവരെന്ത് ചെയ്തേനെ, ജീവിച്ചേനെ. ഷി വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ. എന്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ? ഇഫ് ഷി ഹാഡൻറ്റ് ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. ഒരു ആപ്പിൾ മരത്തിൽ വലിഞ്ഞു കയറി വന്ന് വീണ് മരിച്ചു പോയില്ലായിരുന്നുവെങ്കിൽ 117 വയസ്സിനേക്കാൾ ഏറെ ആര് ജീവിക്കുമായിരുന്നു? കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് ജീവിക്കുമായിരുന്നു. അങ്ങനെ 117-ാം വയസ്സിലും ആപ്പിൾ മരത്തിൽ വലിഞ്ഞു കയറി വൃതി അടഞ്ഞ ആരെക്കുറിച്ച്, ആ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിൻ്റെ കാര്യം പറഞ്ഞ് മുത്തശ്ശി മിക്കവാറും മുത്തശ്ശനെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കളിയാക്കാറുണ്ടായിരുന്നു. 65-ാമത്തെ വയസ്സിലെ മുത്തശ്ശൻ മരം കയറ്റം എന്ത് ചെയ്തു നിർത്തി. എന്നാൽ 117-ാമത്തെ വയസ്സിലും മരം കയറിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശനെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാലും 117-ാമത്തെ വയസ്സിൽ ആപ്പിൾ മരത്തിൽ കയറുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, കാല് തെറ്റി അവർ വീണ് എന്ത് ചെയ്തു, ഇഹലോകവാസം വെടിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി പറയുന്നത് ആ മനോഹരമായിട്ടുള്ള ബനിയൻ ട്രീയെക്കുറിച്ചാണ് കേട്ടോ. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. എന്താ സ്പ്രെഡിങ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്? സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിടർന്നു പോകുന്ന അല്ലെങ്കിൽ പരന്നു പോകുന്ന എന്നാണ് അർത്ഥം. നിങ്ങൾ ആൽമരം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ എത്രത്തോളം വിടർന്ന് പരന്നൊക്കെ എന്ത് ചെയ്യുന്നു, പോയിരിക്കുന്നു എന്നുള്ളത്. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. ഇങ്ങനെ വിടർന്നു പോകുന്ന ബനിയൻ ട്രീയുടെ ബ്രാഞ്ചുകളുണ്ടല്ലോ, ചിലകൾ, വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട്. അത് ചില സമയങ്ങളിൽ എവിടേക്ക് തന്നെ തിരിച്ചു വരും, ഇങ്ങനെ പറങ്ങാവിൻ്റെ കൊമ്പ് കണക്ക് വളഞ്ഞ് താഴേക്ക് തന്നെ ഗ്രൗണ്ടിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും. ആകൃതിയിലൊക്കെ ആർച്ചിൻ്റെ മോഡലിലൊക്കെ എന്ത് ചെയ്യും, തിരിച്ചു വരും. ആറ്റ് ടുക്ക് റൂട്ട് അഗെയിൻ. അത് ഏകദേശം ഏതുപോലെ ആയിത്തീരും, റൂട്ട് പോലെ, അതായത് വേര് പോലെ ആയിത്തീരും. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. എന്ത് ഫോം ചെയ്തുകൊണ്ട്? ആർച്ചുകൾ ഫോം ചെയ്തുകൊണ്ട്. ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, കമാനാകൃതിയിലുള്ള കുറേ സംഭവങ്ങൾ എന്ത് ചെയ്തുകൊണ്ട്, ഫോം ചെയ്തുകൊണ്ട്. അതായത് ആകൃതിയിൽ ആകെ ചുറ്റുപണഞ്ഞ് കിടക്കുന്ന വേരുകൾ ഇങ്ങനെ എവിടെ കാണാൻ സാധിക്കും? ആ മരത്തിൽ, അതായത് ആൽമരത്തിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ചുറ്റുപണഞ്ഞ് കിടക്കുന്ന ആ മെയ്സ് ഓഫ് ആർച്ചസ്. മെയ്സ് എന്ന് പറഞ്ഞാൽ ഈ കുരുക്ക് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ ചുറ്റുപണഞ്ഞ് ഈ കുരുക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കിടക്കുന്ന ആ ആൽമരത്തിൻ്റെ വേരുകളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വേരുകളല്ല, ആൽമരത്തിൻ്റെ ആ ചില്ലകളുണ്ടല്ലോ, ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. എനിക്ക് എന്ത് തന്നിരുന്നു? അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ്, സന്തോഷമാണ് എനിക്ക് എന്ത് തന്നിരുന്നത്. എൻഡ്ലെസ് മീൻസ് അനന്തമായ, എൻഡ്ലെസ് മീൻസ് അനന്തമായ, പ്ലഷർ മീൻസ് സന്തോഷമാണ് എനിക്ക് എന്ത് തന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയായിട്ടുള്ള ഈ പയ്യന്, അപ്പോൾ നമ്മുടെ കഥയിലെ കഥാനായകൻ എന്ന് പറയുന്നത് അയ്യാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പയ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പയ്യൻ്റെ പ്രത്യേകത എന്താണ്? അതിന് വളരെയധികം ഇഷ്ടമുള്ള സാധനമായിരുന്നു ആ ബനിയൻ ട്രീ എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നത്. മറ്റാരും ആ ബനിയൻ ട്രീയിലേക്ക് എന്ത് ചെയ്യുമായിരുന്നില്ല, കൈകടത്തും ആയിരുന്നില്ല. അപ്പോൾ ആ ബനിയൻ ട്രീയുടെ ഈ ഒരു രീതി എങ്ങനെയുള്ള, ഈ വളഞ്ഞു പുളഞ്ഞുള്ള ചില്ലകളും ആർച്ച് പോലെ വളഞ്ഞു നിൽക്കുന്ന ചില്ലകളും വേര് പോലെ വളഞ്ഞു നിൽക്കുന്ന ചില്ലകളും എല്ലാം അവന് ഓടിക്കളിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ അവന് തൂങ്ങിക്കളിക്കാൻ പാകത്തിനൊക്കെയുള്ള സംഗതികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബനിയൻ ട്രീ അവന് വല്ലാത്ത ഒരു സന്തോഷം നൽകിയിരുന്ന പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ സ്ഥലമായിരുന്നു എന്നാണ് അവൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞു വയ്ക്കുന്നത്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്.
ആ മരത്തിന് ആ വീടിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ഈവൻ മുത്തശ്ശനേക്കാൾ എന്തുണ്ടായിരുന്നു, പ്രായമുണ്ടായിരുന്നു ആ മരത്തിന് എത്രത്തോളം പഴക്കമുണ്ടായിരുന്നു എന്നറിയാമോ? ആസ് ഓൾഡ് ആസ് ദി ടൗൺ ഓഫ് ദഹ്റ എന്ന് പറയുന്ന പട്ടണത്തിനോളം പഴക്കമുണ്ട്. ആർക്ക്? നമ്മുടെ ആ മരത്തിന്. ഇനി ദഹ്റ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട് ഹിൽ ഓഫ് ദി ഹിമാലയാസ്. ഹിമാലയ പർവ്വതത്തിൻ്റെ ഫുട് ഹിൽസിൽ, മീൻസ് താഴ്വാരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ദഹ്റ എന്ന് പറയുന്ന പട്ടണത്തിനോളം പഴക്കമുണ്ടായിരുന്നു നമ്മുടെ ഈ പയ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ബനിയൻ ട്രീക്ക്. So the tree was older than the house, older than grandfather, as old as the town of Dahra, nestling in the valley at the foothill of the Himalayas. ഹിമാലയ മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ദഹ്റ പട്ടണത്തിനോളം പഴക്കമുണ്ടായിരുന്ന ആ ബന്യൻ ട്രീ ആയിരുന്നു ആരുടെ സന്തോഷത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്? നമ്മുടെ കഥാനായകനായിട്ടുള്ള ബോയിയുടെ സന്തോഷത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ്, എൻ്റെ ആദ്യത്തെ സുഹൃത്തും പരിചയക്കാരനും ആരായിരുന്നു? വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ, ഒരു ചാര നിറത്തിലുള്ള അണ്ണാനായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കാണാൻ സാധിക്കുന്ന അണ്ണാൻ എന്ത് നിറം തന്നെയാണ്? ചാരനിറം തന്നെയാണ്. സോ ആ ബന്യൻ ട്രീയിലെ എൻ്റെ ആദ്യത്തെ കമ്പനിക്കാരൻ, എൻ്റെ ആദ്യത്തെ സുഹൃത്തും പരിചയക്കാരനും ആരായിരുന്നു? ഒരു അണ്ണാറക്കണ്ണനായിരുന്നു. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. എന്താ ആ അണ്ണാൻ്റെ പ്രത്യേകത? സാധാരണ എല്ലാ അണ്ണാന്മാരുടെയും പ്രത്യേകത തന്നെയാണ്. ആർച്ചിങ് ഹിസ് ബാക്ക് മീൻസ് വാലിലെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആർച്ചിങ് ഹിസ് ടെയിൽ, എൻ്റെ ടെയിലിനെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ട് വളച്ച് പിടിച്ചുകൊണ്ട്, ആർച്ച് പോലെ മീൻസ് ഇങ്ങനെ ചുരുട്ടി പിറകിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചുകൊണ്ട് നമ്മൾ സാധാരണ അണ്ണാനെ കാണാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, ഈ എയറിൽ മീൻസ് ഇങ്ങനെ ചുറ്റുമൊക്കെ എന്ത് ചെയ്ത് ആ മൂക്ക് വെച്ച് ഇങ്ങനെ സ്നിഫ് ചെയ്ത് മണം പിടിച്ചുകൊണ്ട്. ഹീ സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ശരിക്കും പറഞ്ഞാൽ അണ്ണാൻ ആദ്യം ഞാൻ ചെന്നത് ഇഷ്ടപ്പെട്ടില്ല. ഹീ ഷോഡ് എ റിസെൻറ്റ്മെൻറ്റ്, മീൻസ് ഒരു വിമുഖതയാണ് കാട്ടിയത്. ഹീ സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ്, ആദ്യം അണ്ണാൻ എന്താണ് കാണിച്ചത്? ഒരു വിമുഖതയാണ് കാണിച്ചത്. കാരണം എന്താണെന്ന് അറിയാമോ? ഹീ തോട്ട് ദാറ്റ് ഐ വാസ് ഇൻവേഡിങ് ഹിസ് പ്രൈവസി. ഞാൻ അവൻ്റെ പ്രൈവസിയിലേക്ക്, മീൻസ് സ്വാതന്ത്ര്യത്തിലേക്ക് ഇൻവേഡ് ചെയ്യുകയാണ്, മീൻസ് കടന്നു കയറുകയാണ് എന്ന് ആർക്ക് തോന്നിക്കാണും? അണ്ണാറക്കണ്ണന് തോന്നിക്കാണും. പ്രകൃതിയിൽ അവരിങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യക്കുട്ടി അവിടേക്ക് എന്ത് ചെയ്യുന്നത്? ചെല്ലുന്നത്. ആദ്യമൊന്നും എന്ത് ചെയ്യില്ല, വന്ന് ഇണങ്ങുകയൊന്നുമില്ല. അപ്പോൾ ആദ്യം അണ്ണാന് തോന്നിയത് എന്താണ്? യെസ്, ഹി വാസ് ഇൻവേഡിങ് ഹിസ് പ്രൈവസി. ദ ബോയ് വാസ് ഇൻവേഡിങ് ദ സ്ക്യൂറൽസ് പ്രൈവസിയിലേക്ക്, അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ സ്വകാര്യതയിലേക്ക് ആര് കടന്നു ചെല്ലുകയാണ്? യെസ്, ഈ ബോയ് കടന്നു ചെല്ലുകയാണ് എന്ന് ധരിച്ചുകൊണ്ട് അണ്ണാൻ ആദ്യം എന്ത് ചെയ്തു? ഒരു റിസെൻറ്റ്മെൻറ്റാണ് കാണിച്ചത്, മീൻസ് ഒരു വിമുഖത കാണിക്കുകയാണ് ചെയ്തത്. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യത, ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കടന്നുകയറ്റം, തൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ ബോയ് എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം ദ സ്ക്യൂറൽ ഷോയുടെ റിസെൻറ്റ്മെൻറ്റ്, ഒരു തരത്തിലുള്ള ഒരു റിസെൻറ്റ്മെൻറ്റ്, ഒരു വിമുഖതയാണ് അണ്ണാൻ എന്ത് ചെയ്തത്? പയ്യനോട് കാണിച്ചത്. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ്, പക്ഷേ അണ്ണാൻ മനസ്സിലാക്കിയപ്പോൾ ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ആം ചെയ്തിട്ടില്ല. ആം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ആയുധം ധരിക്കുക എന്നാണ് കേട്ടോ, സായുധനാവുക എന്നാണ്. എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, എന്താ ആയുധങ്ങൾ? വിത്ത് എ കറ്റാപ്പിൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധാരണ കല്ല് വെച്ചടിച്ച് വിടുന്ന തെറ്റാലി അല്ലെങ്കിൽ കവണ എന്ന് പറയുന്ന ആയുധത്തിനെയാണ് കറ്റാപ്പിൾട്ട് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ തരത്തിലുള്ള കറ്റാപ്പിൾട്ട്, കവണയോ തെറ്റാലിയോ, അതുപോലെ എയർഗൺ അതുപോലെ തന്നെയാണ്, ഒരു തോക്കാണ്, ഒരു തരത്തിലുള്ള തോക്ക്. സാധാരണ മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വെടിവെക്കാനായിട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആയുധങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് അണ്ണാൻ മനസ്സിലാക്കിയപ്പോൾ ഹീ ബിക്കെയിം ഫ്രണ്ട്ലിയർ, അവൻ കുറച്ചുകൂടി കാണിക്കാൻ തുടങ്ങി? സൗഹൃദം കാണിക്കാൻ തുടങ്ങി, അടുത്തേക്കൊക്കെ വരാൻ തുടങ്ങി. അതായത് ഇവൻ എന്നെ ഉപദ്രവിക്കില്ല എന്ന് അണ്ണാൻ മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അടുത്തൊക്കെ വന്ന് തട്ടിയും തടവിയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? നിൽക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. ആദ്യം ദൂരത്ത് നിന്നാലും പിന്നെ എന്ത് ചെയ്ത് വരും? അടുത്തടുത്ത് വരും, ഇണങ്ങും. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ് him pieces of cake and biscuit, he grew bolder. And when I started leaving him pieces of cake and biscuit,
എൻ്റെ കയ്യിൽ നിന്ന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണമൊക്കെ ഞാൻ അവന് ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഹീ ഗ്രൂ ബോൾഡർ, അവൻ കൂടുതൽ എന്തായിട്ട് മാറി? ബോൾഡർ മീൻസ് ഹീ ഗ്രൂ മോർ കറേജിയസ്, അവൻ കൂടുതൽ ധൈര്യവാനായിട്ട് മാറി. ഇപ്പോൾ അവന് പഴയ ആ റെസെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഭയമൊന്നും അവൻ്റെ മുഖത്ത് കാണാനില്ല. അപ്പോൾ കൂടുതൽ എന്നോട് എന്ത് ചെയ്തു തുടങ്ങി? അടുത്ത് തുടങ്ങി. അതായത് അവൻ ഉപദ്രവിക്കില്ല എന്ന് ആർക്ക് മനസ്സിലായി? അണ്ണാന് മനസ്സിലായി. ആൻഡ് ഫൈനലി ബിക്കെയിം ഫ്രണ്ട്ലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. അങ്ങനെ അവസാനം അവൻ എത്രത്തോളം ഫ്രണ്ട്ലിയറായി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് സ്വന്തമായിട്ടെടുത്ത് തിന്നാൻ പാകത്തിൻ്റെ അത്രയും എന്തായിട്ട് മാറി? ഫ്രണ്ട്ലിയർ ആയിട്ട് മാറി. ആൻഡ് ഫൈനലി ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ ആൻഡ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. ഇപ്പോൾ അവന് ഫുഡ് ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട, കയ്യിൽ വെറുതെ വെച്ചിരുന്നത് ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തോളും? കയ്യിൽ കയറി വന്നിരുന്ന് എന്ത് ചെയ്തോളും? തിന്നോളും. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായി എന്ന് നോക്കണം അണ്ണാനും പയ്യനും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ അവസ്ഥ. ആദ്യം എന്ത് ചെയ്തു? റെസെൻറ്റ്മെൻറ്റാണ് കാണിച്ചത്, വിമുഖതയാണ് കാണിച്ചത്, അകലം പാലിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവസാനമായപ്പോഴത്തേക്കും എന്ത് ചെയ്തു? അവൻ്റെ കയ്യിൽ നിന്ന്, പയ്യൻ്റെ കയ്യിൽ നിന്ന് വരെ ഫുഡ് എടുക്കാൻ പാകത്തിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ധൈര്യം ആർക്ക് കൈവന്നു? നമ്മുടെ അണ്ണാന് കൈവന്നു. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അപ്പോൾ നോക്കുക, ബിഫോർ ലോങ്, ഒരുപാട് കാലം അങ്ങോട്ടാകുന്നതിന് മുമ്പ് തന്നെ, അതായത് വളരെ അടുത്ത് തന്നെ, വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ, ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്, അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? എൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. എൻ്റെ ഷർട്ടിൻ്റെയൊക്കെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു? എൻ്റെ പുറത്തൂടെ കയറി എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ അവൻ എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. ഡെൽവ് മീൻസ് ഇറങ്ങിപ്പോകുക, മുങ്ങിത്താഴുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അവൻ തന്നെ സ്വയം കണ്ടെത്താനായിട്ട് തുടങ്ങി. പോക്കറ്റിൽ വല്ലതും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊക്കെ എടുത്ത് തിന്നാനായിട്ട് എന്ത് ചെയ്തു തുടങ്ങി. ഇപ്പോൾ കയ്യിലും വെച്ച് കൊടുക്കേണ്ട, ദൂരോട്ട് ഇട്ട് കൊടുക്കുകയും വേണ്ട, അവൻ തന്നെ വന്ന് പുറത്ത് കയറി എന്ത് ചെയ്തോളും? പോക്കറ്റിൽ വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളും? സ്വന്തമായിട്ട് കണ്ടെത്തി തിന്നോളും. അത്രയ്ക്ക് സ്വാതന്ത്ര്യമായിട്ട് എന്ത് ചെയ്തു? മാറി. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? അവനൊരു കുഞ്ഞണ്ണാനായിരുന്നു, അല്ലാതെ യുവാവായിട്ടുള്ള അണ്ണാൻ എന്നുള്ള അർത്ഥത്തിലെടുക്കരുത് കേട്ടോ. ഹി വാസ് എ യങ് സ്ക്യൂറൽ മീൻസ് അവനൊരു കുഞ്ഞണ്ണാനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അതാണ് കാരണം കേട്ടോ. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളും റിലേറ്റീവ്സ്, ബന്ധുക്കളും ഒക്കെ പ്രോബബ്ലി തോട്ട് ഹിം, മിക്കവാറും അവനെക്കുറിച്ച് വിചാരിച്ചാണ് എന്തെന്ന്? ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ്, അവനൊരു വിഡ്ഢിയാണ്, അല്ലെങ്കിൽ ഇവനൊരു തോന്നിവാസിയാണ്, എടുത്തുചാട്ടക്കാരനാണ്. ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ? എടുത്തുചാട്ടക്കാരനാണ് എന്നൊക്കെ വിചാരിച്ചതാണ്. കാര്യം എന്താ? ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ആരെ വിശ്വസിച്ചതുകൊണ്ട്? അവരൊരു മനുഷ്യനെ വിശ്വസിച്ചതുകൊണ്ട്. ഏത് മനുഷ്യനാണ്? യെസ്, ആ ബോയിയെ എന്ത് ചെയ്തുകൊണ്ട്? വിശ്വസിച്ചത് കൊണ്ട്. സാധാരണ എല്ലാ ജീവികൾക്കും ആരെ പേടിയാണ്? മനുഷ്യനെ പേടിയാണ്. കാര്യം ഏറ്റവും ക്രൂരനായിട്ടുള്ള മൃഗം ആര് തന്നെയാണ് ഈ ലോകത്തിൽ? മനുഷ്യൻ തന്നെയാണ്. മറ്റ് ജീവികളൊക്കെ എന്ത് വേണമെങ്കിലും എന്ത് പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രവചിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മനുഷ്യൻ എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ സാധിക്കില്ല? പ്രവചിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ആ മനുഷ്യന് തന്നെ പ്രവചിക്കാനായിട്ട് എന്ത് ചെയ്തില്ല? സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും ആരെ പേടിയാണ്? മനുഷ്യനെ പേടിയാണ്. പേടിയുള്ളത് കൊണ്ടാണ് മറ്റ് ജീവികളൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നത്. വേറൊന്നുമില്ല, അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഈ അണ്ണാൻ ആരുമായിട്ട് കമ്പനി അടിച്ച് നടക്കുകയാണ്? ഈ മനുഷ്യനുമായിട്ട് കമ്പനി അടിച്ച് നടക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു ജീവികളും അങ്ങനെ എന്ത് ചെയ്യാറില്ല. അപ്പം മറ്റ് ജീവികളൊക്കെ വിചാരിച്ച് കാണും, അവൻ മണ്ടനാണ്, അവൻ താന്തോന്നിയാണ്. കാര്യം എന്താ? അവന് കൂട്ട് മനുഷ്യനുമായിട്ടാണെന്ന് എന്ത് ചെയ്ത് കാണും? സ്വാഭാവികമായിട്ടും ഈ അണ്ണാൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ റിലേറ്റീവ്സ്, ബന്ധുക്കളൊക്കെ എന്ത് ചെയ്ത് കാണും? വിചാരിച്ച് കാണും. ഓക്കെ, അങ്ങനെയാണ് കഥ എന്ത് ചെയ്യുന്നത് പറഞ്ഞ് നിർത്തുന്നത്. സോ ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫുളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. ഇന്ന് നമ്മൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഒരു ബോയിയാണ് കഥയിലെ പ്രൊട്ടാഗോണിസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി. പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ബന്യൻ ട്രീയാണ് പശ്ചാത്തലം. മുത്തശ്ശൻ്റെ നാട്ടിലെ വീടാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന, പറമ്പിൽ നിൽക്കുന്ന ഒരു ബന്യൻ ട്രീയാണ് പശ്ചാത്തലം. ആ ബന്യൻ ട്രീയിലേക്ക് പയ്യൻ കടന്നു വരുന്നു. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്ത് അണ്ണാനാണ്. ആദ്യം അണ്ണാൻ എന്ത് ചെയ്തില്ല? അടുത്തേക്ക് വരുന്നില്ല. പിന്നെ ആയപ്പോഴത്തേക്ക് അവൻ്റെ പോക്കറ്റിൽ നിന്ന് വരെ സാധനം എടുക്കുന്ന തരത്തിലേക്ക് എന്ത് ചെയ്തു? അണ്ണാൻ കറേജിയസ് ആയിട്ട് എന്ത് ചെയ്തു? മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മനസ്സിലാക്കിയിരിക്കുന്നത്. സോ നമുക്കിവിടെ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും അണ്ണാനും ബോയും കൂടി നിൽക്കുന്ന ചിത്രം. അണ്ണാൻ്റെ പിന്നെ ബോയിയുടെ കയ്യിൽ നിന്ന് അണ്ണാന് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് നിൽക്കുന്ന ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ കഥയുടെ ബാക്കി. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാനുള്ള കാര്യം, ഇത്രയും ഭാഗം പഠിപ്പിച്ചതിൻ്റെ, ഇത്രയും വരെ പഠിപ്പിച്ചതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ്, ഐ തിങ്ക്
ദ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 3 സൈഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. അതിനുശേഷം അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? സാധാരണഗതിയിൽ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക? ആ നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ പകർത്തിയതിന് ശേഷം അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? എഴുതുക. അത് കീപ്പ് ചെയ്യുക. നിങ്ങൾ സ്കൂൾ തുറക്കുന്ന ദിവസം, ട്യൂട്ടോറിയൽ ഓപ്പൺ ആവുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.